ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ യുഡിഎഫ് എംപിമാർ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. ഉച്ചയ്ക്ക് 12 മണിക്ക് പാർലമെന്റിലാണ് കൂടിക്കാഴ്ച. വിഷയം ഇന്നും സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അറസ്റ്റിനെതിരെ കേരളത്തിലും പ്രതിഷേധം തുടരുകയാണ്. ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആലോചന. എം.ജി. മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 ദിവസമായി 2 കന്യാസ്ത്രീകളും അവിടെ ഛത്തീസ്ഗഡിൽ തടവറയിലായിട്ട് എന്നുള്ളതാണ്. 2 കോടതികളാണ്, മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും, ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിരിക്കുകയാണ്. അതിനപ്പുറം ഈ കേസ് NIA പരിധിയിലേക്ക് വരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ആ കേസിന്റെ മാനത്തെ തന്നെ മാറ്റുന്നു. അപ്പോൾ ഇതിൽ നിന്ന്, ആ നിയമക്കുരുക്കിൽ നിന്ന് അഴിഞ്ഞു പോകാൻ അത്രത്തോളം പാടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോഴാണിപ്പോൾ UDF എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോകുന്നത്. എത്രത്തോളം നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഈ വിഷയത്തിൽ ഇത്? ആര്യ, കഴിഞ്ഞ ദിവസം ഈ പ്രധാനമന്ത്രിക്ക് UDF എംപിമാർ കത്ത് നൽകിയിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം, കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഈ കന്യാസ്ത്രീകളെ അന്യായമായാണ് തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നത്, അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ അത് ശരിയായ രീതിയിലല്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഈ കത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പ്രധാനമന്ത്രി കൈമാറുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമിത്ഷാ മുഖ്യമന്ത്രിയുമായി, അതായത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഈ വേളയിൽ ഇരുവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ കൂടി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഹാജരാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഇന്ന് ഇതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 12 മണിക്കാണ് UDF എംപിമാർക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ വേളയിൽ UDF എംപിമാർ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ വേഗം ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും സ്വാഭാവികമായും. മറ്റൊന്ന്, ഇപ്പോൾ ആര്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ 7 ദിവസമായി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം സെഷൻസ് കോർട്ട് ഈ കേസിൽ ഇടപെടാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം ഈ കേസ് ബിലാസ്പൂരിലെ NIA കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇനി NIA ഈ കേസിൽ മനുഷ്യക്കടത്തടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ NIA ഈ കേസിന്റെ ഭാഗമായി വരും. അത്തരത്തിലുള്ള ഒബ്ജക്ഷൻ ഉടൻ തന്നെ ഫയൽ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ NIA കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ, ഈ കേസ് പോകുമ്പോൾ അത് വലിയ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ഒപ്പം തന്നെ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ വൈകുകയും ചെയ്യുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഉടനടി തന്നെ NIA കോടതിയെ ജാമ്യത്തിനായി സമീപിക്കേണ്ടതില്ല എന്നുള്ള നിയമോപദേശം ഈ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർക്ക് ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോഴും നീക്കം നടത്തുന്നത്. ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുകയും അത് ഇന്ന് തന്നെ അടിയന്തരമായി പരിഗണിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും, അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു നിയമോപദേശം ലഭിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ NIA കോടതിയിലേക്ക് ഈ സെഷൻസ് കോടതി ഈ കേസ് കൈമാറിയിട്ടുണ്ട് എങ്കിലും ഇതുവരെയും NIA ഈ കേസിന്റെ ഭാഗമായിട്ടില്ല. അവർ ഇതുവരെയും ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു പോസിറ്റീവ് വശമായി നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഹൈക്കോടതി സമീപിച്ചുകൊണ്ട് ഒരു ജാമ്യം നേടാം എന്നുള്ള ഒരു നിയമോപദേശമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നീക്കമാണ് ഇപ്പോൾ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, നിലവിലെ സാഹചര്യത്തിൽ NIA ഇതിന്റെ ഭാഗമായാൽ അത് വലിയ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഈ അനന്തമായി ഇങ്ങനെ ഈ കേസ് നീണ്ടുപോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ 2 കോടതികളും, അതായത് മജിസ്ട്രേറ്റ് കോടതിയും ഒപ്പം തന്നെ സെഷൻസ് കോടതിയും ഈ കേസ് അവർക്ക് പരിഗണിക്കാനാകില്ല എന്ന് നിലപാടെടുത്തത് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കേസിൽ ഇടപെടാൻ സാധിക്കില്ല എങ്കിൽ എങ്ങനെയാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു ചോദ്യം മറുവശത്ത് നിലനിൽക്കുക ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, പ്രതിഷേധമാണ്. പാർലമെന്റിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്നും സമാനമായ പ്രതിഷേധം പാർലമെന്റിൽ ഉന്നയിക്കും. UDFന്റെയും LDFന്റെയും എംപിയുടെയും സഭകളുടെ ഭാഗത്തു നിന്ന് തെരുവിലാണെങ്കിലും പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആളിക്കത്താനുള്ള ഒരു സാധ്യത തന്നെയാണ്
മുന്നിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ മിഥുൻ? കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള BJP പ്രതിനിധി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയത്തിൽ ജാമ്യ ഹർജിയെ എതിർക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അത്തരത്തിൽ തന്നെ നടപ്പാകും എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അതിനുശേഷമാണ് നമ്മൾ കോടതിയിൽ കണ്ടത് ഛത്തീസ്ഗഡ് സർക്കാർ ഇത്തരത്തിൽ ഈ ജാമ്യ ഹർജിയെ ജാമ്യം നൽകുന്നതിനെ തടഞ്ഞതും. ഇത് ഗുരുതരമായ കൃത്യമാണ്, വകുപ്പുകളാണ്, അത് സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ വരേണ്ട വിഷയമല്ല എന്നതടക്കം ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് സഭകളെ സംബന്ധിച്ച്. BJP പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ പിന്തുണ നൽകാമെന്ന് പറയുന്നതിനപ്പുറം നിയമപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നില്ല, അനുഭാവപൂർവമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംസ്ഥാനത്ത് ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ ഉയരാനും അതോടൊപ്പം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉയരാനുമുള്ള സാധ്യത തന്നെയല്ലേ ആര്യ? അതായത് നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിനു കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതായത് മുൻകാലങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ അമിത്ഷായും JP നഡ്ഡ ഉൾപ്പെടെയുള്ളവരെ ഈ സഭയുമായി ഒരു അനുനയ നീക്കത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അത് കേരളത്തിൽ വെച്ചാണ്, അതായത് കേരളത്തിലാണ് ഇതൊരു തുടക്കം കുറിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിൽ അവർക്ക് കേക്ക് വിതരണമൊക്കെ ചെയ്യുകയും ഒപ്പം തന്നെ കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത് കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ക്രൈസ്തവരുമായിട്ടുള്ളൊരു ബന്ധം സുസ്ഥിരമാക്കുക എന്നുള്ള രീതിയിലായിരുന്നു BJP കേന്ദ്ര നേതൃത്വം പോയിക്കൊണ്ടിരുന്നത്. അതിലൊരു വലിയ രീതിയിൽ തിരിച്ചടിയാവുന്ന തരത്തിൽ ഈ കേസ് മാറി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച ഈ ഒരു വിഷയം അവരെ ബാധകമാകുന്നില്ല. ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP തന്നെയാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അനൂപ് ആന്റണി അവിടുത്തെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ഒപ്പം തന്നെ ഈ ജാമ്യ ഹർജിയെ അവിടുത്തെ സർക്കാർ എതിർക്കില്ല എന്നടക്കമുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കന്യാസ്ത്രീക്കൊപ്പമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും പ്രതികരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ സെഷൻസ് കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ആദ്യം സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കാനാവില്ല, തങ്ങളുടെ പരിധിയിൽ വരുന്ന കേസല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ അപ്പീലുമായി അവർ മുന്നോട്ട് പോകാൻ തന്നെ കന്യാസ്ത്രീയുടെ അഭിഭാഷകർ തീരുമാനിച്ചതോടുകൂടി പിന്നീട് അത് തള്ളുകയും ചെയ്തു. അതിൻ്റെ ഉത്തരവ് പുറത്തു വന്നപ്പോഴാണ് പ്രോസിക്യൂഷൻ ഈ ഒരു കേസിനെ എതിർത്തു എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നത്. അതായത് BJP സംസ്ഥാന നേതാക്കൾ പറഞ്ഞതിന് വിപരീതമായി തന്നെയായിരുന്നു ഈ കാര്യങ്ങൾ നടന്നത്. അവർ പറഞ്ഞ കാര്യങ്ങളല്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകളാണ് പിന്നീട് പുറത്തു വന്നത്. അതിൽ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ, അതായത് 140 ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു വകുപ്പ് ചുമത്തിയിട്ടുള്ള കേസായതുകൊണ്ട് തന്നെ ഇതിൽ ജാമ്യം നൽകരുത്. ഒപ്പം തന്നെ ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക്, ഒരു പ്രത്യേക കോടതിയാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ NIA കോടതിയിലേക്ക് കൈമാറണമെന്നുള്ള ആവശ്യവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതിയുടെ നടപടി വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ BJP ഇക്കാര്യത്തിൽ പറഞ്ഞു വെച്ചത് ശരിയല്ല എന്ന് തെളിയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സഭയുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്ന അതെല്ലാം തന്നെ വീണ്ടും അകന്നു പോകുന്നു എന്നുള്ളതാണ് BJP കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടപെടൽ ചായയും കേക്കും ഒക്കെ നീതി നടപ്പാക്കിയതിനു ശേഷം മതി എന്ന സഭാ നേതൃത്വം പറയുന്നത് നമ്മൾ KCBC കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്നത്, നയം വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതാണ്. എന്തായാലും 7 ദിവസമായി കന്യാസ്ത്രീകൾ അവിടെ ജയിലിൽ തുടരുകയാണ്. അവരെ പുറത്തിറക്കാനുള്ള പലതരത്തിലുള്ള നിയമവഴികൾ തേടുകയാണ് പ്രതിപക്ഷ പാർട്ടികളായിക്കോട്ടെ സഭകളായിക്കോട്ടെ. എന്തായാലും NIAയുടെ പരിധിയിലേക്ക് ഈ കേസ് വരുമെന്നുള്ളതാണ് ഛത്തീസ്ഗഡ് സർക്കാരും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച കോടതിയും ഒക്കെ സൂചിപ്പിച്ച കാര്യം. അപ്പോൾ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ NIA ഒബ്ജക്ഷൻ രേഖപ്പെടുത്തിയിട്ടില്ല, ഈ കേസ് പരിഗണിച്ചിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയെ ജാമ്യത്തിനായി പരിഗണിക്കാൻ കഴിയും എന്നുള്ള ഒരു നിയമസാധുത കന്യാസ്ത്രീകൾക്ക് മുന്നിൽ ഉണ്ട് എന്നതാണ് സാഹചര്യം.